ഹായ്, ഞാൻ സ്നേഹ. എക്സൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായിട്ട് ഒരു സ്ത്രീയെ ചൂസ് ചെയ്യുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇത് കുറേ പേർക്ക് സംശയം വരാറുണ്ട്, എങ്ങനെയാണ് അവർ ചൂസ് ചെയ്യേണ്ടാവുക. ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല പെൺകുട്ടികൾക്കും സംശയം ഉണ്ടാവാറുണ്ട്, എന്നെ ആൾ ശരിക്കും മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്നോട് ആ ഒരു ഇഷ്ടം തന്നെയാണ് ഉണ്ടാവുക. അങ്ങനെ കുറേ പേർക്ക് സംശയമൊക്കെ വരാറുണ്ട്. അപ്പം നിങ്ങളെ ശരിക്കും അവർ മാരേജ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ക്വാളിറ്റീസ് നിങ്ങളിലുണ്ടോ എന്നുള്ളത് അവർ നോക്കും. എന്നിട്ട് മാത്രമേ ചിലപ്പോൾ നിങ്ങളെ ചൂസ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അതേപോലെ തന്നെ ചിലർക്കെന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് മാരേജ് ചെയ്യുന്നവരുണ്ട്. അതായത് പെട്ടെന്ന് ഇപ്പോൾ പെണ്ണ് കാണാൻ പോകുന്നു, അങ്ങനെ പെട്ടെന്ന് മാരേജ് റെഡി ആവുന്നു, അങ്ങനെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ കല്യാണം കഴിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇതുപോലെ ആയിക്കൊള്ളണം എന്നില്ല. അവരങ്ങനെ വേഗം കല്യാണം നടക്കുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്നതൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുന്നുണ്ടാവാം. പക്ഷെ ചിലപ്പോൾ മതിയായൊരു സമയം അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ആളെ കൃത്യമായി മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട്. എങ്കിലും മറ്റു പലരും, അതായത് ബാക്കിയുള്ള ആളുകളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു പെൺകുട്ടിയിൽ ഉണ്ടെങ്കിലാണ് അവർ ആ ഒരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് ചൂസ് ചെയ്യുള്ളൂ, അതായത് കല്യാണം കഴിക്കാനായിട്ട് തയ്യാറാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനായിട്ട് തയ്യാറാവുന്നത് എന്നുള്ളത്. അതിലുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ ഒരാൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ എത്രത്തോളം അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പുരുഷന്മാരായാലും സ്ത്രീകളായാലും പ്രാധാന്യം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. അതായത് അവർക്ക് നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുക, വാല്യൂ കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സംസാരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുന്ന സമയത്തും അവർക്ക് വാല്യൂ കൊടുക്കുന്നതായിട്ട് റെസ്പെക്റ്റോട് കൂടിയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർ ആദ്യം നോക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, വാല്യൂ കൊടുക്കുന്നുണ്ടോ, എത്രത്തോളം അവർക്ക് ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്, അവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾ എത്രത്തോളം അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അപ്രിസിയേഷൻ നൽകുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അവർ നോക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇതൊക്കെ ലൈഫ് ലോങ് വേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണോ ആ പെൺകുട്ടി, അല്ലെങ്കിൽ ആ പെൺകുട്ടിയിൽ ഈ പറഞ്ഞൊരു സ്വഭാവം ഉണ്ടോ എന്നുള്ളത് അവർ നോക്കുന്ന ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഇൻഡിപെൻഡൻ്റ് ആയി ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ ഒരു പറയുന്ന പെൺകുട്ടി, അതായത് ഇവർ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ജോബും ഒക്കെയുള്ള ഒരു ആളാണോ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണോ എന്നുള്ള കാര്യം ഇവർ നോക്കുന്നതാണ്. അപ്പോൾ ഒരു ജോലി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ജോലി ഇല്ലെങ്കിൽ എന്താണ്, കല്യാണം നടക്കില്ലേ, ജോലി ഇല്ലാത്തത് ഇത്ര വലിയ തെറ്റാണ്, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ ജോലി ഉണ്ടോ എന്നുള്ളത് അവർ നോക്കും എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവായിട്ട് നിങ്ങൾ ആരും എടുക്കരുത്. അത് എന്തുകൊണ്ടാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ പുരുഷന്മാരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് അവരുടെ കുടുംബം നോക്കണം, അതായത് വീടും വീട്ടുകാരെയും ഒക്കെ നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മൈൻഡിൽ കുറേ പ്രഷർ ഉണ്ടായിരിക്കും. എനിക്ക് എൻ്റെ വീട് ചിലപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിലൊരു വീട് വെക്കണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് ഒരു കുറവില്ലാണ്ട് നോക്കണം, ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും അവരുടെ മനസ്സിൽ മുഴുവനായിട്ടുണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിവാഹം കഴിച്ചു വരുന്ന പെൺകുട്ടി ഇപ്പോൾ എനിക്ക് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും എന്നെ സഹായിക്കാൻ കഴിവുള്ളവളായിരിക്കണം. അതല്ലെങ്കിൽ ഒരു ദിവസം എനിക്ക് ജോബിന് പോകാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റിയിട്ട് ഞാൻ വയ്യാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കും. അതായത് ഞാൻ പോയില്ലെങ്കിലും എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരാളുണ്ട് എന്നൊരു ധൈര്യം കിട്ടണം എന്നുണ്ടെങ്കിൽ അവരുടെ ഭാര്യയ്ക്ക് ഒരു ജോബ് ഉണ്ടായിരിക്കണം. അത് അവർക്കൊരു എന്താ പറയുക, ഒരു ബഹുമാനമോ അല്ലെങ്കിൽ ഭയങ്കരമുള്ള ഒരു അഭിമാനവും ഒക്കെയാണ്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഒരിക്കലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആണോ എന്നുള്ള കാര്യവും എല്ലാ പുരുഷന്മാരും നോക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ജോബ് നേടിയെടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങളെല്ലാവരും പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലും പഠിക്കുന്നത് ജോബിന് വേണ്ടി തന്നെയാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ പഠിത്തമൊക്കെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കുക, നല്ലൊരു ജോബൊക്കെ നേടാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു പെൺകുട്ടി ആയിരിക്കണം എന്നുള്ളത് അവരാഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അതായത് അവർ നോക്കുന്ന മറ്റൊരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ അംബീഷനാണ്. എത്രത്തോളം അംബീഷൻ ഉണ്ട് എന്നുള്ളത് നോക്കാറുണ്ട്. അതിപ്പോൾ റിലേഷൻഷിപ്പിനെ കണക്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ റിലേഷൻഷിപ്പിന്റെ ഗ്രോത്തിനെ കുറിച്ച് ഇവർക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കും. അത് എൻ്റെ ബന്ധം, ഞാനുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ചിന്തയൊക്കെയുള്ള പെൺകുട്ടിയാണെങ്കിൽ അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടാവും, താല്പര്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്കൊരു ലക്ഷ്യബോധമൊക്കെ ഉണ്ടായിരിക്കണം. എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കണം എന്നുള്ള കൃത്യമായൊരു ഉറച്ച മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരെയും പുരുഷന്മാർക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. മാത്രമല്ല ഈ ഒരു ക്വാളിറ്റിയും അവർ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയിൽ ഉണ്ടാകണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നതാണ്. അതിലും ഒരിക്കലും തെറ്റ് നിങ്ങൾ കാണരുത്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ആണ്. ആ റിലേഷൻഷിപ്പുള്ള ആളുമായിട്ട് നല്ല രീതിയിലുള്ള കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് ഒരു ബന്ധം നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ബന്ധത്തിലാണെങ്കിൽ
ആ ബന്ധം വിട്ട് ഒരിക്കലും ഞാൻ പോവില്ല. അതായത് എനിക്ക് ഈ ഒരു ബന്ധമാണ് എൻ്റെ ലൈഫ് ലോങ് എനിക്ക് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണ് എൻ്റെ ലൈഫ് പാർട്ട്ണർ എന്നുള്ള ഉറച്ച തീരുമാനം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒരു കമ്മിറ്റ്മെന്റ് എപ്പോഴും നിങ്ങൾക്ക് റിലേഷൻഷിപ്പിനോടും ഉണ്ടായിരിക്കണം എന്നുള്ളതും അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഒരിക്കലും അതൊരു മോശമായിട്ടുള്ള കാര്യമല്ല, എല്ലാവരുടെ മനസ്സിലുണ്ടാവും. സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്നോട് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം, എൻ്റെ റിലേഷൻഷിപ്പിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ ഈ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതും അവർ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ എഫേർട്ട് എടുക്കുക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ കോംപ്രമൈസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും എഫേർട്ട് എടുക്കുക. രണ്ടുപേരും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാവണം എന്ന് കരുതി നിങ്ങൾ മാത്രം എപ്പോഴും തയ്യാറാവണം എന്നുള്ളതല്ല. അവരുദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈഗോ എന്ന് പറയുന്ന സംഭവമൊന്നും ഉണ്ടാവരുത്. ബന്ധം മുന്നോട്ട് പോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം. അതായത് ആ റിലേഷൻഷിപ്പിനോട് നീതി പുലർത്തുന്ന, അത്രത്തോളം റിലേഷൻഷിപ്പിനോട് താല്പര്യമുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. ഒരു വഴക്കുണ്ടായാൽ ആളും കോംപ്രമൈസിന് വേണ്ടി തയ്യാറാവണം എന്നൊക്കെ അവർ വിചാരിക്കാറുണ്ട്. സോ കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അതൊക്കെ അവർ നോക്കുന്ന മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാധാരണ പുരുഷന്മാർ സ്ത്രീകളിൽ ഉണ്ടോ എന്ന് നോക്കാറുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്